ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങനെ 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, എനിക്കൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ കടമായിട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ പറയണ്ടയോ, എൻ്റെ കയ്യിൽ എല്ലാ വാടകയും അതും ഇതും കൊടുത്ത് 500 രൂപ മാത്രമേ മിച്ചം മാത്രമേ ബാക്കി ഉണ്ടാകുള്ളൂ എന്ന് പറയാണ്. സാരില്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും, സാരില്ല ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നിട്ട് എന്തിനാവശ്യം ഇനി ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരുന്ന സമയത്ത് ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ശരി സച്ചിയേട്ടാ, എനിക്കറിയാം സച്ചിയേട്ടൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ എനിക്ക് തരുമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോം വെക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ സച്ചി അങ്ങനെ പറയണത് അശ്വിൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. കാരണം ശ്രുതി പൈസയുടെ ആവശ്യത്തിന് വേണ്ടി അശ്വിൻ്റെ അടുത്തേക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് അശ്വിൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ സച്ചി അതിനുശേഷം അശ്വിനെ വിളിക്കുന്നുണ്ട്. ഹലോ അശ്വിൻ സാർ. ആ സച്ചി പറ. അതെ സാറിൻ്റെ വൈഫ് ഇപ്പം എന്നെ വിളിച്ചിരുന്നു 50,000 രൂപ കടം ചോദിച്ചിട്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി, ഇല്ല എന്ന് പറയാനായിട്ട് പാവം വിഷമമായിട്ടുണ്ടാവും. സാരമില്ല, അവളെ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, പിണക്കം മറന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി സർ, നിങ്ങളുടെ പിണക്കം മാറാൻ വേണ്ടിയിട്ട് ഞാനും ഈ കള്ളത്തരത്തിന് കൂട്ടി നിന്ന് കേട്ടോ. ഓക്കെ സച്ചി, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് അശ്വിൻ. പിന്നീട് ശ്രുതി നേരെ പോണത് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്കാട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, തങ്കച്ചൻ ചേട്ടാ. ആ എന്താ ശ്രുതി മോളെ? അതെ ചേട്ടൻ, എനിക്കൊരു സഹായം ചെയ്യാവോ? എന്താ? എനിക്കൊരു 50,000 രൂപ കടമായിട്ട് തരാമോ? ഞാൻ ഈ വർക്ക്ഷോപ്പിൽ പണിയെടുത്ത് ആ പൈസ തീർത്തോളാം. തങ്കച്ചൻ ചേട്ടൻ അറിയാലോ, എനിക്ക് ടയർ മാറ്റി വെക്കാൻ അറിയാം, പിന്നെ ഈ ഗ്യാരേജൊക്കെ ഞാൻ ക്ലീൻ ആക്കാം, പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം. എനിക്കൊരു 50,000 രൂപ കടം തരാമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ തങ്കച്ചൻ ചേട്ടൻ പറയണ്ട, എൻ്റെ ശ്രുതിക്കൊച്ചേ ഇവിടെ വലിയ കച്ചവടമൊന്നും വരുന്നില്ല, മോൾക്കറിയാലോ വലിയ വലിയ വർക്ക്ഷോപ്പിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പോണത്, ഇവിടെ അങ്ങനെ ആൾക്കാർ വരുന്നില്ല മോളെ, പിന്നെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. സോറി മോളെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ആ സാരില്ല തങ്കച്ചൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും തങ്കച്ചൻ ചേട്ടൻ മനസ്സിൽ വിചാരിക്കുകയാണ്, പാവം ശ്രുതിക്കൊച്ച്. ആ അശ്വിൻ സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങളുടെ പിണക്കം മാറ്റേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ് എന്ന് പറയണം. ഭാര്യയും ഭർത്താവന്മാർ അങ്ങനെ പിണങ്ങിയിരിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ തങ്കച്ചൻ ചേട്ടൻ പറയണം. മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി കടം ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊക്കെ നേരത്തെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രുതിയും താനും തമ്മിൽ പിണക്കാണ്. ശ്രുതി തൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനത്തെ ഒരു ഡ്രാമ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലായിടത്തും പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടോ ശ്രുതി ചോദിക്കുമ്പോൾ. അങ്ങനെ ശ്രുതി വീണ്ടും വേറെ ആരോഗ്യം വിളിക്കുന്നുണ്ട്. ഒരു കടയിലൊരു പുള്ളിനെ വിളിക്കുന്നുണ്ട്, ചോദിക്കേണ്ട പൈസ 50,000 കടം തരാമെന്ന് ചോദിക്കുമ്പോൾ ആ പുള്ളി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സോറി എനിക്കിപ്പോൾ കച്ചവടം ഭയങ്കര ഡള്ളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും സീസൺ അല്ലേ, കച്ചവടം ഉണ്ടാവും, അടുത്ത മാസത്തേക്കാണെങ്കിൽ പൈസ തരാമെന്ന് പറയാണ്. ശ്രുതി സാരില്ല ചേട്ടാ, എനിക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനായിരുന്നു, കുഴപ്പമില്ല ഫോം വെക്കാണ്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, അശ്വിൻ സാർ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടത്, നിങ്ങളുടെ പിണക്കം എത്ര നാൾ ഇങ്ങനെ തുടർന്ന് പോകും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ മനസ്സിൽ പറയണം. ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമോട്ടോ, ഇനി അശ്വിൻ സാർ തന്നെ ചോദിക്കേണ്ടി വരുമല്ലോ, എന്താ ഇപ്പം ചെയ്യുക? ആ ഒരു കാര്യം ചെയ്യും, അശ്വിൻ സാർ തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ അശ്വിൻ്റെ ഓഫീസിലേക്ക് പോവാണ്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ശ്രുതിനെ. ശ്രുതി വരുമ്പോൾ തന്നെ വരണം ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറയാണ്. എന്താ ശ്രുതികുമാരി ലക്ഷ്മി വന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഒരു സഹായവും ഇനി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അത് സർ പിന്നെ പറഞ്ഞു, എന്താ കാര്യം? അത് പിന്നെ വട വടയോ? അയ്യോ സോറി കേട്ടോ, പരിപ്പോടാണ് ഉദ്ദേശിച്ചത്, അത് ഈ സമയത്ത് കിട്ടില്ല, എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറയാണ്. അതല്ല സർ, വടയോ? വെറും ഉഴുന്ന് വടയാണോ? ഓ ക്യാൻറ്റീൻ അടച്ചല്ലോ, അതും ഉണ്ടാവില്ല. സാർ എന്നെ കളിയാക്കുവാണോ? വാടക എന്നാണ് ഉദ്ദേശിച്ചത്, വാടക പൈസ കൊടുക്കാൻ പൈസ ഇല്ല, സാർ എന്നെ സഹായിക്കാവോ? ഞാൻ നിന്നെ സഹായിക്കാൻ വന്നപ്പോൾ നീ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എനിക്ക് സഹായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് സാർ എനിക്ക് കടമായിട്ട് പൈസ തന്നാൽ മതി, ഞാൻ തീർച്ചയായിട്ടും സാറിന് തിരിച്ചു തരും എന്ന് പറയാണ്. അത് കേൾക്കുന്നത് അശ്വിൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്താ സാർ ചിരിക്കണത്? ഈ ഡയലോഗ് മുമ്പ് എപ്പോഴോ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കടം മേടിച്ചാൽ തിരിച്ചു തരും എന്നൊക്കെ. അപ്പോഴൊക്കെ ശ്രുതി ഒന്ന് ചമ്മി നിൽക്കുക കേട്ടോ. സാർ എൻ്റെ അവസ്ഥ അതായിപ്പോയി, ഞാൻ ഒരുപാട് പേർക്ക് ചോദിച്ചു, അവർക്കൊന്നും പൈസ ഈ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. സാർ എനിക്ക് പൈസ തരാണെങ്കിൽ ആ പൈസക്ക് ഞാൻ വേണമെങ്കിൽ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. നീ എന്ത് പണി വേണമെങ്കിലും ചെയ്യോ? എന്തും ചെയ്യാം സാർ എന്ന് പറയാണ്. അപ്പോൾ നീ എന്ത് ചെയ്യും? ഞാൻ ഈ ഓഫീസിൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കാം, അതിനാളുണ്ടല്ലോ. അല്ല സാറിന് വേണമെങ്കിൽ ഫയൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. ഓഫീസിൽ എനിക്ക് വേണ്ടത്ര സ്റ്റാഫൊക്കെ ഉണ്ട്. ശരി, നീ പറഞ്ഞതല്ലേ, ഞാൻ നിനക്ക് ഒരു വർക്ക് തരാം, നീ അത് നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് 50,000 രൂപ തരാം എന്ന് പറയാണ്. സർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സർ. ശരി, ഇന്നൊരു ദിവസം എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം, പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. സാർ എന്താ ഉദ്ദേശിച്ചത്?
അല്ല ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കണം, അത്ര തന്നെ. അപ്പം മണിക്കൂറിന് 2000 രൂപ വെച്ചിട്ട് ഞാൻ തരും. അപ്പം 24 മണിക്കൂർ ആകുമ്പോഴേക്കും ഞാൻ നിനക്കൊരു റൗണ്ടാക്കി ഒരു 50,000 രൂപ തരാം. എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. സർ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാം, അല്ലെങ്കിൽ നീ പോയിക്കോ. സർ എനിക്ക് ഓക്കെയാണ് സർ. ഓ ശരി, ഞാൻ എന്ത് പണിയാണ് സർ ചെയ്യേണ്ടത്? അത് പിന്നാന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി സർ എന്ന് പറയുമ്പോൾ ഞാൻ പറയണ പണി നീ ചിരിച്ചുകൊണ്ട് ചെയ്യണം, പിന്നെ മുഖവും വീർപ്പിച്ച് വെക്കരുത്, കേട്ടല്ലോ? ഇല്ല സർ, ഞാൻ എന്ത് വേണം ചെയ്യാം. ശരി, അപ്പോൾ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങുവാൻ പോകുവാണ്. നീ ഇപ്പോൾ വീട്ടിൽ പോയിക്കോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറയണ്ട അശ്വിൻ. ശരി സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകണം. അയാൾ എന്തോ ഒരു പണി എനിക്ക് വെക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതിക്ക് മനസ്സിലായി. അങ്ങനെ ശ്രുതി നേരെ അമ്മായിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ശ്രുതിയുടെ അമ്മായി ചോദിക്കേണ്ട, അല്ലേ ശ്രുതി നീ എവിടേക്കാണ് പോയത്? എവിടേക്കും പോയില്ല അമ്മായി, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പേർക്ക് കടമൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ്, വാടക കൊടുക്കാണ്ട്. എൻ്റെ ശ്രുതി, അതിനെക്കുറിച്ചാണോ നീ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണം? അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് വേറൊരാൾ ബെല്ലടിക്കുക കേട്ടോ. അപ്പം അമ്മയാണ് വാതിൽ തുറക്കണത്. ഇതാര്? അശ്വിൻ മോനോ, വാ കയറി വാ. അശ്വിൻ മോനോ, വാ കയറി വന്ന് അമ്മായി പറയാണ്, എൻ്റെ അശ്വിൻ മോനെ കുറിച്ച് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അമ്മായി, ഞാൻ അമ്മ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അശ്വിൻ മോനെ, പറഞ്ഞോ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വർക്ക് തീർക്കാണ്ട്, ഇവിടെ തൊട്ടടുത്തുള്ളൊരു വർക്കാണേ. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് വരാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു 2 ദിവസം ഇവിടെ നിന്നോട്ടെ, അമ്മായിക്ക് കുഴപ്പമില്ലല്ലോ? എൻ്റെ അശ്വിൻ മോനെ, നീ ഇവിടെ നിൽക്കണേ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ, എല്ലേ പ്രേമികളെടുത്ത്, പിന്നല്ലാതെ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തോ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറട്ടെ. ശ്രുതിക്ക് മനസ്സിലായി വർക്ക് ചെയ്യാമെന്ന ഉദ്ദേശത്തിൽ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്ട്, ഇല്ലെങ്കിലും അശ്വിനി ഇവിടെ വരുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ കാണിക്കാം കേട്ടോ. ശ്രുതി അപ്പം അമ്മ എന്ന് പറയുമ്പോഴേക്കും ശരി അശ്വിൻ മോനിട്ട് റൂമിൽ പോയിക്കോ എന്ന് അമ്മായി പറയാണ്. അശ്വിൻ സാർ വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോകണം അശ്വിന്. അങ്ങനെ ശ്രുതി ഇങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് അശ്വിൻ പറയണ്ട്, അപ്പം നമ്മുടെ വർക്ക് തുടങ്ങിയാലും ശ്രുതി, നാളെ ഈ സമയത്ത് 50,000 രൂപ ഞാൻ തരാം. അപ്പോൾ ഓരോ മണിക്കൂറിൽ 2,000 രൂപ വെച്ചിട്ട്. ഓക്കെ സർ. അപ്പോൾ എനിക്ക് ഇപ്പോൾ TV കാണണം എന്ന് പറയാണ്. TV കാണണോ? അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ചോദിക്കുകയാണ്. അതെ, ചിരിച്ചുകൊണ്ട് പറയണം. അതെ സർ, അതിനിപ്പോൾ ഞാൻ സാറിന് എന്താ ചെയ്തു തരേണ്ടത് സർ? അമ്മായി കാണുന്ന TV ഉണ്ട്, അതിനെ പൊക്കിക്കൊണ്ട് ഇവിടെ വന്ന് വെക്കണോ? അതൊന്നും വേണ്ട, അപ്പോൾ അമ്മായിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? നീ TV പോലെ എന്നോട് സംസാരിച്ചാൽ മതി. ഞാൻ TV പോലെ സംസാരിക്കാനോ? അതെ, ഞാൻ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും, നീ വാർത്ത പറയണം, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ശരി സർ, ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ വേണ്ട, എനിക്കിപ്പോൾ ഒരു വാർത്ത കേൾക്കണം, നീ ഒരു TV ന്യൂസ് ചാനലാവ് എന്ന് പറയണം. അങ്ങനെ ശ്രുതി ശരി സർ. അതെ, ഇന്നത്തെ പ്രധാന വാർത്ത, അശ്വിൻ സാറാമിൻ്റെ കമ്പനി മൂക്കുമുട്ടെ വീണു, കമ്പനിയിൽ കച്ചവടമൊക്കെ നേരെ തകൃതിയായിട്ട് നിലത്തേക്ക് വീണു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അശ്വിൻ, മതി നിർത്ത്, എനിക്കൊരു പാട്ട് പ്രോഗ്രാം കേൾക്കണം. പാട്ട് പാടുന്നു പറയാം. പാട്ടോ? അതെ. അപ്പോൾ പാട്ട് പാടുമ്പോഴും നമ്മുടെ ശ്രുതി അതാണിങ്ങനെ വാഡ്തി എന്ന് വെച്ചിട്ടാണ് കേട്ടോ പാട്ട് ഇങ്ങനെ പാടുന്നത്. മതി, എനിക്കൊരു ഡാൻസ് കളിക്കുന്നത് കാണണം, ഒരു ഡാൻസ്. TV ഇവിടെ സാർ ഡാൻസ് പ്രോഗ്രാം? എന്നാലേ ഈ TV ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, നീ ഡാൻസ് കളിക്കുന്നത് പറയണം. അങ്ങനെ ശ്രുതി മോഹൻലാലിനെ പോലെ മമ്മൂട്ടിനെ പോലെയൊക്കെ ഡാൻസ് കളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ശ്രുതി നിലത്ത് വീഴുവാട്ടോ. പെട്ടെന്ന് ശ്രുതിയുടെ കാലൊന്ന് പൊട്ടുന്നുണ്ട്. ശ്രുതി, വേണ്ട സർ, തൊടണ്ട സാർ, മതിയായാലോ, എന്നെ കോമാളിയാക്കി കളിപ്പിച്ചപ്പോൾ സാറിന് മതിയായാലോ എന്ന് പറയാണ്. ശ്രുതി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ശ്രുതി ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിനെ അവിടെ ഇരുത്തുമ്പോൾ ശ്രുതിയുടെ കാലിലെ പാദസരം അശ്വിൻ കാണുകയാണ്. പാദസരം കാണാൻ അശ്വിൻ പറയണ്ട, നിന്റെ കാലിൽ പാദസരം കാണാൻ നല്ല ഭംഗിയുണ്ട്, നിന്റെ അമ്മയുടെ പാദസരല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചെറിയ സന്തോഷമൊക്കെ ആവുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഈ റിവ്യൂ ഇവിടെ വെച്ച് നിർത്താണ്. ഇനി ബാക്കി റിവ്യൂ നാളെ എപ്പിസോഡ് തീരുമ്പോൾ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.